സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ. ഓം ധ്യായേത് ഷൺമുഖമിന്ദുകോടിസദൃശം രത്നപ്രഭാശോഭിതം ബാലാർക്കച്യുതിസത്കുഴീരവിലസദ്കേയൂരഹാരാനിതം കർണാലംബിതകുണ്ടലപ്രവിലസദ്ഗണ്ഡസ്ഥലാശോഭിതം കിഞ്ചിത് കങ്കണകിങ്കിണീരവയുതം ശൃംഗാരസാരോദയം. ധ്യായേ ദീപ്തിതസിദ്ധിതം ശിവസുതം ശ്രീദാദശാക്ഷം ഗുഹം ഖേടം കുങ്കുടമങ്കുശം ച വരദം പാശം ധനുശ്ചക്രഹം വജ്രം ശക്തിമസിം ച ശൂലമഭയം ദോർബിർധൃതം ഷൺമുഖം ധ്യായേശ്ചിത്രമയൂരവാഹനം. അഭിവന്ദ്യരായ ഗുരുജനങ്ങൾക്ക് പ്രണാമം. തൃക്കിടങ്ങൂരപ്പൻ്റെ ഈ തിരുസന്നിധിയിൽ ഈ പുണ്യ നാമശ്രവണത്തിനിടയിൽ ഭഗവാനെക്കുറിച്ച് രണ്ടു വാക്ക് പറയാൻ, സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഒരു അവസരം ലഭിച്ചത് വളരെ പുണ്യമായി കരുതുന്നു. ഇതിനായി എന്നെ തിരഞ്ഞെടുത്തതിൽ ക്ഷേത്ര ഭാരവാഹികളോടും സംഘാടകരോടും എല്ലാവരോടും നന്ദി ആദ്യം തന്നെ അറിയിക്കട്ടെ. ആദ്യമായാണ് ഭഗവാന്റെ തിരുമുമ്പിൽ ഇത്തരത്തിൽ രണ്ടു വാക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കുന്നത്. അതും ഭഗവാനെക്കുറിച്ച് സ്തുതിക്കുന്ന വേദിയിൽ, അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങൾ അവതരിപ്പിക്കുന്ന വേദിയിൽ ഇത്തരത്തിലൊരു ആധ്യാത്മിക പ്രഭാഷണം നടത്തുക എന്നുള്ളത് ഒരു നിയോഗമായി കാണുന്നു. നീ എന്താണ് എന്നെക്കുറിച്ച് അറിഞ്ഞത്, അത് ഞാൻ കൂടി ഒന്ന് കേൾക്കട്ടെ എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാവണം. അതാണ് ഇത്തരത്തിലൊരു അവസരം ഇവിടെ വന്ന് രണ്ടു വാക്ക് സംസാരിക്കുവാനായി എനിക്ക് അവസരം ലഭിച്ചത്. 2 ദിവസമായി നാം ഭഗവാന്റെ കഥാമൃതങ്ങൾ അനുഭവിച്ച് കേട്ട് ഉള്ളം നിറഞ്ഞ് ഇരിക്കുകയാണ്. ഭഗവാൻ സുബ്രഹ്മണ്യനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തെ ജ്ഞാനപ്പഴം എന്നാണ് തമിഴ്നാട്ടുകാർ വിശേഷിപ്പിക്കുന്നത്. ജ്ഞാനമെന്നാൽ അറിവാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മളൊരു ഭക്തിഗാനം കേൾക്കാറുണ്ട്, ചിലപ്പോൾ ഇവിടെയും ആ ഭക്തിഗാനം പ്ലേ ചെയ്യാറുണ്ട്. ജ്ഞാനപ്പഴത്തെ പിഴുന്ത് രസമണ്ടിനുടൻ ഉന്ന് നാനും കൊടുത്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭക്തിഗാനം നാം കേൾക്കാറുണ്ട്. അതല്ലെങ്കിൽ തന്നെ പഴം നീയപ്പ, ജ്ഞാനപ്പഴം നീയപ്പ, തമിഴ് ജ്ഞാനപ്പഴം നീയപ്പ എന്നുള്ള ഭക്തിഗാനവും കേൾക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല. ചെറുപ്പത്തിൽ തമിഴ് തീരെ അറിയാത്ത സമയത്ത് ഈ പാട്ടിവിടെ പ്ലേ ചെയ്യുമ്പോൾ പഴനിയപ്പ ജ്ഞാന പഴനിയപ്പ എന്ന് പാടി നടന്നിട്ടുണ്ട്. അപ്പം തൊട്ട് അയൽവക്കത്തുള്ള തമിഴ് അറിയാവുന്ന ഗണേശ് അയ്യറാണ്. അപ്പം അദ്ദേഹം പറയുന്നത് പഴനിയപ്പ അല്ല, പഴം നീയപ്പ എന്നാണ് അതിൻ്റെ ആ വരികൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പഴം, അപ്പോൾ ഭഗവാൻ പഴമാണോ എന്ന് പെട്ടെന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താം. എൻ്റെ മനസ്സിൽ അങ്ങനെ വന്നിരുന്നു. ഭഗവാൻ പഴമാണോ? അപ്പം ജ്ഞാനപ്പഴം എന്ന് പറയുന്നു. അപ്പം എന്താണ് ഈ ജ്ഞാനം? ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഭഗവാൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നത് അറിവാണ്, അറിവിൻ്റെ ഈശ്വരനാണ് എന്ന് നമുക്കറിയാം. അത് ഏത് തരത്തിലുള്ള അറിവാണ്? ആ അറിവെന്ന് പറയുന്നത് തിരിച്ചറിവാണ്. ഞാൻ ആരാണ് എന്നുള്ള ആ അറിവ്, ആ അറിവിൻ്റെ ഈശ്വരനാണ് സാക്ഷാൽ സുബ്രഹ്മണ്യൻ. അപ്പോൾ നമ്മളുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് ഭാരതമെന്നും ഈ അറിവിന് വേണ്ടിയിട്ടായിരുന്നു പ്രയത്നിച്ചിരുന്നത്. അനാദികാലം മുതൽ തന്നെ ഗുരുപരമ്പരകളെല്ലാം ശിഷ്യഗണങ്ങളെ പ്രചോദിപ്പിച്ചത് ഞാൻ ആരാണ് എന്നുള്ള ആ അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ അറിവ്
വളരെയധികം ചിന്തിച്ച് വളരെയധികം മനസ്സിലാക്കി നേടേണ്ട ഒന്നാണ് എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് തോന്നാം, ഞാൻ ആരാണ് എന്ന് നമുക്കറിയാം. ഞാൻ ശ്രീകുമാറാണ്, പുന്നാനപ്പള്ളിയിലാണ് എൻ്റെ വീട്, അല്ലെങ്കിൽ എനിക്കൊരു വാഹനമുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട് എന്നൊക്കെയുള്ള അറിവ് നമുക്കുണ്ട്. ഇതിലപ്പുറത്തേക്ക് ഞാൻ ആരാണ് എന്തിനാണ് നാം അറിയുന്നത്? ഇതൊക്കെ നശ്വരമായിട്ടുള്ള അറിവുകളാണ്, നിലനിൽക്കുന്നവയല്ല, എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള അറിവല്ല. നാം ആരാണെന്നുള്ള തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത് എന്നായിരുന്നു നമ്മളുടെ ഗുരുപരമ്പരകളെല്ലാം നമ്മളുടെ തലമുറയെ പഠിപ്പിച്ചു വന്നിരുന്നത്. അപ്പോൾ അറിവ് എന്നതിന് വേദമെന്ന് നാം പറഞ്ഞു. വിദ് ജ്ഞാനേ, അറിവ് എന്ന് പറയുന്നത് വേദമാണ്. അപ്പൊ ഈ വേദവും അറിവും ഇത്തരത്തിലുള്ള ഉപനിഷത്തുകളും പുരാണങ്ങളും അല്ലെങ്കിൽ സംസ്കൃതവും പൂജയും ആരാധനയുമെല്ലാം ഒരു വരേണ്യവർഗത്തിന്റെ മാത്രമാണ് എന്നുള്ള ഒരു ചിന്താധാര ഇന്ന് സമൂഹത്തിലേക്ക് പടർന്നിറങ്ങുന്നുണ്ട്. പലരും അതിനെ പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇത് സവർണ മേധാവിത്വത്തിന്റെ പ്രതീകമാണ്. ഇത്തരത്തിലുള്ള ആ വേദം എന്ന് പറയുന്നത്, ഉപനിഷത്ത് എന്ന് പറയുന്നത്, പുരാണങ്ങൾ എന്ന് പറയുന്നത്, സംസ്കൃതം എന്ന് പറയുന്നതൊക്കെ ഈ സവർണ മേധാവിത്വത്തിന്റെ പ്രതീകങ്ങളാണ് എന്നുള്ള ഒരു ചർച്ച പുതുതലമുറയിലേക്ക് പടർത്തിവിടുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണോ? യഥാർത്ഥത്തില് ഈ അറിവിനെ ചിട്ടപ്പെടുത്തിയത് ആരാണ്? അറിവ് മുഖങ്ങൾ തോറും മാറി മാറി തലമുറകളിലേക്ക് പടർന്നു വന്നവയാണ്. അതിന് ക്രമമായിട്ടുള്ള ഒരു അടുക്കും ചിട്ടയും ഉണ്ടായിരുന്നില്ല. ഗുരു എന്തുപദേശിക്കുന്നുവോ ആ ഉപദേശത്തെ സ്വീകരിച്ചുകൊണ്ട് ശിഷ്യന്മാർ ആ അറിവിനെ നേടിയെടുത്തുകൊണ്ട് വരും തലമുറയ്ക്ക് വേണ്ടി പകർന്നു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ആ പടർന്ന് പന്തലിച്ച് കിടന്നിരുന്ന, അല്ലെങ്കിൽ അടുക്കും ചിട്ടയുമില്ലാതെ കിടന്നിരുന്ന ആ അറിവിനെ ചിട്ടപ്പെടുത്തിയത് ആരാണ്? അതൊരു മുക്കുവനാണ്, അതൊരു കർത്തവനാണ്. കർത്തവനായതുകൊണ്ട് അദ്ദേഹത്തിനെ കൃഷ്ണൻ എന്ന് വിളിച്ചു. കർത്തവനാണല്ലോ കൃഷ്ണൻ, അപ്പോൾ കൃഷ്ണൻ എന്ന് വിളിച്ചു. ആ കൃഷ്ണൻ ഒരു ദ്വീപിൽ ജനിച്ചതുകൊണ്ട് ആ കൃഷ്ണൻ ദ്വൈപായനനായി, ദ്വീപിൽ ജനിച്ചവനായി. അങ്ങനെ കൃഷ്ണദ്വൈപായനൻ എന്നുള്ള ഒരു മുക്കുവ സ്ത്രീയിൽ ജനിച്ച, അതായത് ധീവര വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ വേദങ്ങളെ ചിട്ടപ്പെടുത്തിയത്. അങ്ങനെ ആ അറിവിനെ ചിട്ടപ്പെടുത്തി ആദ്യത്തെ 1028 ശ്ലോകങ്ങൾ ചേർത്ത് ഋഗ്വേദം എന്ന വേദത്തെ ചിട്ടപ്പെടുത്തി. അതിനുശേഷം യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിങ്ങനെ 4 വേദങ്ങളായി ആ അറിവിനെ പകുത്തു. അങ്ങനെ അദ്ദേഹത്തിന്, ആ കൃഷ്ണന്, ആ കർത്തവന് ഒരു പേര് വന്നു, വേദവ്യാസൻ. അറിവിനെ വ്യസിച്ചവൻ, അറിവിനെ പകുത്തവൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. വേദവ്യാസനാണ്, അങ്ങനെ ഒരു മുക്കുവ സ്ത്രീയിൽ ജനിച്ച വേദവ്യാസനാണ് ഈ അറിവിനെ ചിട്ടപ്പെടുത്തിയത്. അതുമാത്രമല്ല, ഈ അറിവ് എന്ന് പറയുന്ന, വേദത്തിലുള്ള അറിവ് എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഈ അറിവിനെ എന്ത് ചെയ്യണം? പിന്നീട് വരും തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഓരോരോ വേദങ്ങൾ പഠിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടും ഒരു ശിഷ്യ പരമ്പരയെ തന്നെ സൃഷ്ടിച്ചു. ഋഗ്വേദത്തിന് ഒരു ശിഷ്യൻ, യജുർവേദത്തിന് ഒരു ശിഷ്യൻ, സാമവേദത്തിന്, അങ്ങനെ വേദങ്ങളെ വരും തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ വേണ്ടി ശിഷ്യഗണങ്ങളെ സൃഷ്ടിക്കുകയും ആ തലമുറകൾ പിന്നീട് ഇപ്പോഴും നമുക്ക് ഋഗ്വേദികളെയും യജുർവേദികളെയും സാമവേദികളെയും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ അത്തരത്തില് ഈ അറിവിനെ പകർന്നു കൊടുക്കുവാനായിട്ട് ചിട്ടപ്പെടുത്തിയ വ്യക്തിയാണ് വേദവ്യാസൻ. ഈ അറിവ് കൊണ്ട് മാത്രം തീർന്നില്ല, അല്ലെങ്കിൽ ഈ വേദം കൊണ്ട് മാത്രം തീർന്നില്ല, അതിനെ വീണ്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപനിഷത്തുകൾ ജന്മമെടുത്തു. ഈ ഉപനിഷത്തുകളിലൂടെ അറിവുകളെ കരസ്ഥമാക്കാൻ സാധിക്കാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് വീണ്ടും ഇഹ ഇതി ആസീദ് എന്നുള്ള, അതായത് ഇതിഹാസം എന്നുള്ള ഇതിഹാസങ്ങളെ രചിച്ചു. അതായത് വാൽമീകി എന്ന് പറയുന്ന മഹാമുനി രാമായണം എന്ന ഇതിഹാസത്തെ രചിച്ചു. അതുപോലെ തന്നെ വേദവ്യാസൻ തന്നെ കഥകളും ഉപകഥകളുമായി അന്ന് നടന്നിരുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് കൂട്ടിച്ചേർത്ത് അതിലെ ഈ അറിവിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മഹാഭാരതം എന്ന് പറയുന്ന പഞ്ചമവേദം എന്നറിയപ്പെടുന്ന ഗ്രന്ഥത്തെ സൃഷ്ടിച്ചു. മഹാഭാരതത്തെ പഞ്ചമവേദം എന്നാണ് അറിയപ്പെടുന്നത്. 5ാമത്തെ വേദം, ജയം എന്നുമൊക്കെ ഈ മഹാഭാരതത്തിന് അർത്ഥമുണ്ട്. അങ്ങനെ 5ാമത്തെ വേദം എന്നറിയപ്പെടുന്ന മഹാഭാരതം സൃഷ്ടിച്ചു. സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ വേദചിന്തകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ മഹാഭാരതം രചിക്കപ്പെട്ടിട്ടുള്ളത്. ആ മഹാഭാരതത്തിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ പറയുന്നത്. എന്ന ഭാരതയെ തന്ന ലോകേ എന്നാണ് പറയുന്നത്. എന്താണോ മഹാഭാരതത്തിൽ ഇല്ലാത്തതായിട്ടുള്ളത് അത് ലോകത്തിൽ ഒരിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. അത്തരത്തിൽ ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് മഹാഭാരതം.
നമുക്ക് ഈ ചാർധാം ദർശനത്തിനൊക്കെ പോകുന്ന ആൾക്കാർക്കറിയാം, ഹിമാലയത്തിൽ നമ്മൾ ചാർധാം ഒക്കെ പോകുന്ന സമയത്ത് ബദരീനാഥിനടുത്ത് മന എന്ന് പറയുന്ന ഒരു അവസാനത്തെ ഗ്രാമം, ഭാരതത്തിന്റെ അതിർത്തിയാണ്, ടിബറ്റിനോട് ചേർന്ന് കിടക്കുന്ന ഭാരതത്തിന്റെ അതിർത്തിയായിട്ടുള്ള മന എന്ന് പറയുന്ന ഗ്രാമത്തിൽ നമുക്ക് ചെല്ലുന്ന സമയത്ത് ഈ വ്യാസൻ മഹാഭാരതം എഴുതിയ ഗുഹയും അതിന് താഴെ ഇരുന്ന് ഗണപതി എഴുതിയ സ്ഥലവും ഒക്കെ നമുക്ക്, ആ ഗുഹകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇന്നും അവിടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിനടുത്താണ് നമ്മൾ സരസ്വതി നദി വന്ന് ഭൂമിക്കടിയിലേക്ക് പതിക്കുന്നതൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നേരിട്ട് അവിടെ പോയി കണ്ട് ഈ ഇതിനെയൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മുടെ സംസ്കാരം എത്ര പവിത്രമാണ്, അതൊരു സവർണ വിഭാഗമല്ല, നമ്മുടെ സംസ്കാരം എന്ന് പറയുന്ന എല്ലാവരെയും ഒത്തുചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത്തരത്തില് 5 വേദങ്ങൾ അല്ലെങ്കിൽ പഞ്ചമവേദം എന്ന് പറയുന്ന മഹാഭാരതം കൊണ്ടും വ്യാസൻ നിർത്തിയില്ല, പിന്നീടും മുന്നോട്ട് പോയി. ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ, അതായത് പുരാണങ്ങളിലൂടെ, പല പുരാണങ്ങളിലൂടെ ഈ കഥകളിലായിട്ട് ഈ വേദത്തെ, വേദസത്തിനെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് അദ്ദേഹം കരുതി. അങ്ങനെ 18 പുരാണങ്ങൾ അദ്ദേഹം രചിച്ചു. 18 പുരാണങ്ങളെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ പറയാം: മദ്വയം ഭദ്വയം ചെയ്വ ബ്രത്രയം വചതുഷ്ടയം അനാപലിംഗ കൂസ്കാനി പുരാണാനി പ്രജക്ഷതേ. 18 പുരാണങ്ങൾ ഇങ്ങനെയാണ്. മദ്വയം, മാകൂട്ടി 2 പുരാണങ്ങളാണ്, മത്സ്യപുരാണം, മാർക്കണ്ഡേയ പുരാണം. ഭാകൂട്ടി 2 പുരാണം, ഭദ്വയം ഭവിഷ്യപുരാണം, ഭാഗവത പുരാണം. ബ്രത്രയം, ബ്രഹ്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം എന്നിങ്ങനെ 3 പുരാണങ്ങൾ. വചതുഷ്ടയം വിഷ്ണുപുരാണം, വായുപുരാണം, വരാഹപുരാണം, വാമനപുരാണം എന്നിങ്ങനെ വാകൂട്ടി 4 പുരാണങ്ങൾ. അതുകൂടാതെ അനാപലിംഗ കൂസ്കാനി, അഗ്നിപുരാണം, നാരദപുരാണം, പത്മപുരാണം, ലിംഗപുരാണം, ഗരുഡപുരാണം, കൂർമ്മപുരാണം, അവസാനം നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സ്കന്ദപുരാണവും. അങ്ങനെ 18 പുരാണങ്ങൾ വ്യാസൻ രചിക്കുകയുണ്ടായി. അല്ലെ, അറിവുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 18 പുരാണങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയുണ്ടായി. അങ്ങനെ ഈ അറിവ് നമ്മളിലേക്ക് എത്തുന്ന സമയത്ത് ഈ അറിവിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, 18 പുരാണങ്ങളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് ഇതാണ്: അഷ്ടാദശ പുരാണേഷു വ്യാസസ്യ വചനദ്വയം പരോപകാരോ പുണ്യായ പാപായ പരപീഡനം. 18 പുരാണങ്ങളിൽ വ്യാസം പറഞ്ഞിരിക്കുന്നത് 2 കാര്യം മാത്രമാണ്. എന്താണ്? പരോപകാരമാണ് പുണ്യം, പരപീഡനം പാപമാണ്. അല്ലേ? 18 പുരാണങ്ങളിൽ വ്യാസം ചൊന്നത് 2 താൻ: പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം എന്ന് നമ്മളുടെ മലയാള കവികളും പാടിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് ഈ 18 പുരാണങ്ങളിലും പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? അന്യർക്ക് ഉപകാരം ചെയ്യണം. അപ്പൊ ഈ അന്യർക്ക് ഉപകാരം ചെയ്യാൻ എങ്ങനെയാ സാധിക്കുക? അതിന് നമുക്ക് അറിവ് വേണം. ആ അറിവെന്ന് പറയുന്നത് എന്താണ്? തിരിച്ചറിവാണ്. അതെങ്ങനെയാണ് തിരിച്ചറിവ് ലഭിക്കുക? ഞാനും എൻ്റെ മുന്നിലുള്ളവനും ഒന്നാണ്, നമ്മുടെ ഉള്ളിലുള്ള സത്ത് ഒന്നാണെന്നുള്ള ആ ബോധ്യം നമ്മളിൽ ഉണ്ടാവുമ്പോഴാണ് ആ തിരിച്ചറിവ് നമുക്ക് ലഭ്യമാകുന്നത്. അതായത് ഈ സകല ജീവജാലങ്ങളിലും അടങ്ങിയിരിക്കുന്നത് ആ ചൈതന്യം മാത്രമാണ്, ഒരേ ഒരു ചൈതന്യം മാത്രമാണ് എന്നുള്ള അറിവ് നമ്മളിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ അത് ലഭ്യമാകുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ഈ പരോപകാരം ചെയ്യുവാനായി സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ അറിവ് നേടുന്നതിന് വേണ്ടിയിട്ട് നാം എന്ത് ചെയ്യും? അറിവ് നേടണമെങ്കിൽ എങ്ങനെയാണ് അത്തരത്തിലുള്ള അറിവിനെ നമുക്ക് സമ്പാദിക്കുവാനായിട്ട് സാധിക്കുക എന്ന് നാം ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് പല രീതിയിൽ ഇത്തരത്തിലുള്ള അറിവിനെ നേടുവാനായിട്ട് സാധിക്കും. അല്ലേ? പല രീതിയിൽ നേടാം. അപ്പൊ ഈ പരോപകാരം നേടണമെങ്കിൽ നമുക്ക് അറിവ് വേണം. എന്റെ മുന്നിലുള്ള ഒരാളാണെന്ന് പറയുന്നു, അല്ലെ? നമുക്ക് പല രീതിയിൽ തരാം. അപ്പൊ നമ്മൾ ഭക്തിയിലൂടെ ചിലപ്പോൾ നേടാറുണ്ട്. നമുക്ക് ഇപ്പോൾ മണ്ഡലവ്രത കാലമാണ്. ഇന്ന് ശബരിമലയ്ക്ക് എല്ലാവരും പോകുന്നുണ്ട്, അല്ലെ? എങ്ങനെയാ ശബരിമലയ്ക്ക് പോകുന്നത്? ആദ്യമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നവരും ഒക്കെ അവരെന്ത് ചെയ്യും? 41 ദിവസം മാല ധരിച്ച് വ്രതമെടുത്ത് കറുപ്പൊക്കെ ഉടുത്ത്, അതായത് നമ്മളുടെ ആടയാഭരണങ്ങളെല്ലാം മാറ്റിവെച്ച് കറുപ്പൊക്കെ ഉടുത്ത് എന്ത് ചെയ്യും? നിരന്തരമായിട്ട് വ്രതമെടുക്കും. വ്രതമെടുത്ത് 41 ദിവസങ്ങൾ കഴിയുന്നതിന് ശേഷം ശബരിമലയിലേക്ക് യാത്രയാകും. പാദത്തെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന പാദരക്ഷകളൊന്നും ധരിക്കില്ല. അങ്ങനെ നമ്മൾ കല്ലും മുള്ളും നിറഞ്ഞ ആ വഴി, ഇന്ന് കോൺക്രീറ്റ് ചെയ്തെങ്കിലും കല്ലും മുള്ളും നിറഞ്ഞ ആ വഴികളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും? മലയൊക്കെ കയറി ഏറ്റവും മുകളിൽ ചെന്ന് അയ്യനെ തൊഴാൻ വേണ്ടി അയ്യന്റെ പടിവാതിലിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ എഴുതി വച്ചിരിക്കുകയാണ് തത്വമസി. എന്താണ്? അത് നീയാകുന്നു. ആര് നീയാകുന്നു? ഞാൻ ഈശ്വരനെ തേടിയാണ് വന്നത്, അതെങ്ങനെ ഞാനാകും എന്നൊരു സംശയം നമുക്കുണ്ടായേക്കാം, അല്ലെ? ഈശ്വരനെയാണ് ഞാൻ തേടി വന്നത്, ആ ഈശ്വരൻ എങ്ങനെ ഞാനാകും എന്നുള്ളതാണ്. ഇതാണ് ഭാരതീയ തത്വചിന്തയും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പണ്ട് പഴയ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഗുരുവിന്റെ അടുത്ത് ചെല്ലുന്ന ശിഷ്യന്റെയും സംശയം ഇതായിരുന്നു: ഞാൻ എങ്ങനെ ഈശ്വരനാകും? ഞാനാണോ ഈ ഈശ്വരൻ എന്നുള്ളത്. അപ്പോൾ ഗുരു പറയും,
നീയാണ് ഈശ്വരൻ, തത്വമസി. ഈശ്വരൻ ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് നീയാണ് ഈശ്വരൻ എന്ന് പറയുന്നു, തത്വമസി എന്ന് പറയുന്നു. അപ്പോൾ വീണ്ടും ശിഷ്യന് സംശയമാകും, ഞാൻ എങ്ങനെ ഈശ്വരൻ, എന്നിലെ ഈശ്വരനെ എനിക്ക് കാണുവാനായി സാധിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ ഈശ്വരനാകും എന്ന് ആ ശിഷ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ ഗുരു പറയും, അന്ന് ആ വിദ്യയൊക്കെ നടന്നിരുന്നത് ആലിന്റെ ചുവട്ടിലാണ്. അപ്പോൾ ആലിന്റെ ഒരു പഴുത്ത കായ എടുക്കൂ എന്ന് പറയും. നമ്മുടെ ഇവിടെയും നമ്മുടെ ക്ഷേത്രത്തിന്റെ മുന്നിലും ഒരു വലിയ ആല് ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പോകുന്ന, ഇവിടെ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഇത് പഴുത്ത് വീണിട്ട് എടുത്ത് കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഏറ്റവും പൊട്ടിക്കാൻ എളുപ്പമുള്ള ഒരു പഴമാണ്. നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, ഇത് പൊട്ടി അതിനെ കാണാം. അതിനകത്ത് കുറേയധികം ബീജങ്ങളുണ്ട്, അനവധി ബീജങ്ങളുള്ള ഒരു പഴമാണ് എന്ത്, ഈ ആലിന്റെ ഈ കാ. അപ്പൊ അങ്ങനെ അത് എടുക്കാൻ പറയും, അത് തുറക്കാൻ പറയും. അത് ഞെക്കി ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ഈ ബീജങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരും. ബീജങ്ങൾ പുറത്തേക്ക് വരുമ്പം അതിലൊരു ബീജം എടുക്കൂ എന്ന് പറയും ഗുരു. അപ്പൊ എന്ത് ചെയ്യും, ശിഷ്യൻ എന്ത് ചെയ്യും, ആ ബീജം എടുക്കും. ആ ബീജം എടുത്തിട്ട് പറയും, അത് പൊട്ടിച്ചു നോക്കൂ എന്ന് പറയും. അപ്പൊ ഈ ബീജം ഇങ്ങനെ ശിഷ്യൻ പൊട്ടിക്കുകയാണ്. പൊട്ടിച്ചിട്ട് ഇങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ നിനക്ക് എന്തെങ്കിലും കാണാൻ സാധിച്ചോ എന്ന് ഗുരു ചോദിച്ചു. ശിഷ്യൻ പറയും, എന്തില്ല, എനിക്കിതിൽ നിന്നും ഒന്നും കാണാൻ സാധിച്ചില്ല. ഈ നിൽക്കുന്ന ആല് ഈ ഒരു വിത്തിൽ നിന്നുണ്ടായതാണ്, ഈ ബീജത്തിൽ നിന്നുണ്ടായതാണ് എന്ന് പറയും. അപ്പം അതിനെ നിനക്ക് കാണാൻ സാധിക്കാത്തതുപോലെ തന്നെ ഈശ്വരന്റെ അംശം തന്നെയാണ് നീ, നിന്റെ ഉള്ളിലാണ് ഈശ്വരൻ എന്ന് ഗുരു ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ശിഷ്യൻ എന്തായി, അത് മനസ്സിലാകുന്നില്ല. ശിഷ്യൻ വീണ്ടും എന്ത് ചെയ്യും, ശാസ്ത്രാധ്യയനം തുടരും. ഇങ്ങനെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് അധ്യയനം തുടരും. അങ്ങനെ അവസാനം ശിഷ്യന് മനസ്സിലാകും, അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്, ഈ ഈശ്വരന്റെ ചൈതന്യം എന്ന് പറയുന്നത് തന്നെയാണ് എന്റെ ഉള്ളിലുള്ളത് എന്ന് ആ ശിഷ്യൻ മനസ്സിലാക്കുന്നു. വീണ്ടും ശിഷ്യൻ ശാസ്ത്രാധ്യയനം തുടരുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് മനസ്സിലാകും, പ്രജ്ഞാനം ബ്രഹ്മ, ജ്ഞാനമാണ് ബ്രഹ്മം, ജ്ഞാനമാണ് ഈശ്വരൻ, അറിവാണ് ഈശ്വരൻ. ഏതറിവാണ് ഈശ്വരൻ? നമ്മളിപ്പോൾ സമുദ്രത്തിന്റെ തീരത്തിൽ പോവുകയാണ്. അപ്പൊ വിശാലമായ സമുദ്രം നമ്മുടെ മുന്നിൽ ഇങ്ങനെ പരന്നു കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സമുദ്രത്തിൽ നോക്കുമ്പോൾ മുഴുവൻ ജലമുണ്ട്. അതിൽ നിന്ന് ഒരു തുള്ളി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ആ സമുദ്രത്തിന്റെ ഗുണഗണങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ ആ ഒരു തുള്ളിയെ നമുക്ക് എന്ത് വിളിക്കാൻ സാധിക്കില്ല? സമുദ്രം എന്ന് വിളിക്കാൻ സാധിക്കില്ല. പക്ഷെ അതൊരു തുള്ളിയാണ്, സമുദ്രത്തിന്റെ എല്ലാ ഗുണങ്ങളും അതിനുണ്ട് താനും, അല്ലെ? രുചിയൊക്കെ ഉപ്പ് തന്നെയായിരിക്കും, അങ്ങനെ പല രീതിയിലുള്ള ആ ഗുണവിശേഷങ്ങളെല്ലാം അതിലുണ്ട്. പക്ഷേ അതിനെ എന്താണ്, ഒരു തുള്ളി വെള്ളം എന്നേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് ഞാൻ, അതായത് അയമാത്മാ ബ്രഹ്മ എന്ന ഈ ആത്മാവാണ് ബ്രഹ്മം, എന്റെ ഉള്ളിലുള്ള ആത്മാവാണ് ബ്രഹ്മം, എന്റെ ഉള്ളിലുള്ള ആത്മാവാണ് ആ ചൈതന്യം, എന്റെ ഉള്ളിലുള്ള ആത്മാവാണ് ഈശ്വരൻ എന്ന തിരിച്ചറിവ് അങ്ങനെ ശിഷ്യന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലായിരുന്നു നമ്മളുടെ അധ്യാപന രീതി. ഗുരുക്കന്മാര് പറഞ്ഞു കൊടുക്കുന്ന രീതിയും കുട്ടികൾ ഈശ്വരനെ മനസ്സിലാക്കുന്ന രീതിയും. അപ്പൊ ഇത്തരത്തില് ഉള്ള ഈ ആത്മാവിനെ, അത് നമ്മൾ പറയാറുണ്ട് ഭഗവത്ഗീതയിലെ, ലോകത്തിലെ തന്നെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ എന്നാണ് വൈദേശികർ ഈ ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. മഹാഭാരതത്തിന്റെ ഭീഷ്മപർവത്തിലെ 700 ശ്ലോകങ്ങൾ മാത്രം, അതായത് തേർതെളിച്ച് മുന്നോട്ട് പോകുന്ന ശ്രീകൃഷ്ണൻ തന്റെ തേർത്തട്ടിൽ തളർന്നിരിക്കുന്ന അർജുനനെ എഴുന്നേൽപ്പിച്ച് നിർത്തി പോരാടുന്നതിന് വേണ്ടിയിട്ട്, ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ട് പ്രാപ്തനാക്കുവാനായി അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്ത 700 ശ്ലോകങ്ങൾ, അതിനെയാണ് വൈദേശികർ സയൻസ് ഓഫ് സെൽഫ് റിയലൈസേഷൻ, ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള വിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ആ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുകയാണ്, വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃണ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ലോകെ അന്യാനി ഗൃണ്ണാനി നവാനി ദേഹി. അതായത് എങ്ങനെയാണോ നമ്മളുടെ ഒരു വസ്ത്രം ജീർണിച്ചു കഴിയുമ്പോൾ ആ വസ്ത്രത്തെ കളഞ്ഞിട്ട് പുതിയൊരു വസ്ത്രം നമ്മൾ വാങ്ങുന്നത്, അതുപോലെ തന്നെയാണ് ആത്മാവ് ജീർണിച്ച ദേഹത്തിൽ നിന്നും പോയി മറ്റൊരു ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇതിനെ പിൻപറ്റിയാണ് നമ്മളുടെ ജ്യോതിഷം പോലും നിലനിൽക്കുന്നത്. അപ്പൊ ജ്യോതിഷത്തിലും പറയുന്നുണ്ട്, പൂർവജന്മാർജിതം കർമ്മ ശുഭം വാ യതി വാ ശുഭം തസ്യ പങ്ക്തി ഗൃഹാ സർവേ സൂചയന്തീഹ ജന്മനി എന്ന്. അതായത് നമ്മുടെ പ്രശ്നമാർഗത്തിൽ പറഞ്ഞിരിക്കുകയാണ്, കഴിഞ്ഞ ജന്മത്തില്
നമ്മൾ എന്തൊക്കെ കർമ്മം ചെയ്തിട്ടുണ്ടോ, ശുഭകർമ്മമാണെങ്കിൽ അതിന്റെ ശുഭഫലം പുണ്യമായി നാം അനുഭവിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ മോശമാണെങ്കിൽ അതിന്റെ പരിണിത ഫലങ്ങൾ നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നു എന്ന് ആര് പറഞ്ഞു? അതാണ് ആര് പ്രദർശിപ്പിക്കുന്നത്? നമ്മളുടെ ജന്മകുണ്ടലിയിലൂടെ, നമ്മൾ ജനിക്കുന്ന സമയത്തെ ഗ്രഹപംക്തിയിലൂടെ, ഗ്രഹങ്ങളുടെ നമ്മൾ ശാശൂച്ചിയൊക്കെ വരച്ചിട്ടുള്ള നമ്മളുടെ ഗ്രഹസ്ഥിതി നമ്മൾ ജനിക്കുന്ന സമയത്ത് നമ്മൾ തക്കുരയൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആ തക്കുരയ്ക്കകത്ത് കൃത്യമായിട്ട് ആ 12 രാശികളിലായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്തെ ആ സമയമാണ്. ആ സമയം സൂചിപ്പിക്കുന്നത് നമ്മളുടെ പൂർവ്വകർമാർജിതമായിട്ടുള്ള പുണ്യത്തെയും പാപത്തെയുമാണെന്ന് ഈ ഒരു ആശയത്തിലൂടെ തന്നെ പ്രശ്നമാർഗകാരൻ, മലയാളിയായിട്ടുള്ള കർത്താവാണ് പ്രശ്നമാർഗം കേട്ടോ. നമ്മളെ ജ്യോതിഷത്തിന്റെ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലാണ്. അങ്ങനെ മലയാളിയായിട്ടുള്ള പ്രശ്നമാർഗകാരൻ പറയുകയാണ്, ഇത്തരത്തിലാണ് നമ്മളുടെ പൂർവ്വകർമ്മത്തിലെ ജന്മഫലങ്ങളൊക്കെ, പൂർവ്വജന്മത്തിലെ കർമ്മഫലങ്ങളൊക്കെ നാം അനുഭവിക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ കർമ്മഫലങ്ങൾ വരുന്നത്? ആരാണ് നമ്മളെ ഈ കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? അവിടെ നമുക്കറിയാം, മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ പറയുകയാണ്, നമ്മളുടെ മനസ്സാണ് നമ്മളുടെ ബന്ധനത്തിനും മോക്ഷത്തിനുമൊക്കെ കാരണമായിട്ടുള്ളത്. അതായത് നമ്മളുടെ മനസ്സാണ് നമ്മളെ കർമ്മം ചെയ്യാനായി പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ബന്ധനത്തിനും മോക്ഷത്തിനും കാരണമായിട്ടുള്ള ആ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. ഭഗവാൻ വീണ്ടും ഗീതയിൽ പറഞ്ഞ കാര്യം നമുക്ക് എടുക്കാം. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത്. അപ്പോ എന്താണ് ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത്? അതായത് നമ്മൾ നമ്മളെ തന്നെ ഉയർത്തണം. ആത്മൈവ ആത്മനോ ശത്രു ആത്മൈവ രിപുരാത്മനഃ. അതെ, അതുപോലെ നമ്മളുടെ മിത്രം ആത്മൈവ ആത്മനോ മിത്രം ആത്മൈവ രിപുരാത്മനഃ. അതായത് നമ്മൾ തന്നെയാണ് നമ്മളുടെ ശത്രുവും, നമ്മൾ തന്നെയാണ് നമ്മളുടെ മിത്രവും. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞിരിക്കുകയാണ്, ഭഗവത്ഗീതയിൽ വീണ്ടും പറയുകയാണ്, അർജുനനെ ഉദ്ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പറയുകയാണ്, നമ്മൾ തന്നെയാണ് നമ്മളുടെ മിത്രവും ശത്രുവും. അതുപോലെ നമ്മുടെ കർമ്മഫലം, കർമ്മത്തെ നിയന്ത്രിക്കുന്നതും നമ്മളുടെ മനസ്സാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിനെ നിയന്ത്രിക്കണം. നമ്മൾ ഉള്ളിലേക്ക് നോക്കണം, പുറത്തേക്കല്ല. നമ്മളുടെ സംസ്കാരം അതാണ്, ഭാരതീയ സംസ്കാരം അതാണ്. വൈദേശികരൊക്കെ സുഖം തേടി വിദേശങ്ങളിലേക്ക് പോയപ്പോൾ, പല സ്ഥലങ്ങളും അവിടെ യുദ്ധം ചെയ്ത് കീഴടക്കിയപ്പോൾ, ഭാരതീയ സംസ്കാരം മാത്രം ഉള്ളിലേക്ക് നോക്കി വളർന്നവരാണ്. നമ്മളുടെ ഉള്ളിൽ എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി പ്രയത്നിച്ചവരാണ്. അത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുത്തവരാണ്. അത്തരത്തിൽ ഉള്ളിലേക്ക് നോക്കണം. ഇന്നത് സാധ്യമാണോ? നമുക്കിപ്പോൾ പണ്ടത്തെ കാലത്തെ പോലെ യോഗയും മനനവും ഒക്കെ ആയിട്ട് തപസ്സൊക്കെ അനുഷ്ഠിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന കാലഘട്ടമല്ല ഇന്ന്. ഇന്നെന്താണ്? നമ്മളുടെ മൊബൈലിന്റെയും ഇന്റർനെറ്റിന്റെയും കാലഘട്ടമാണ്. എപ്പോഴും നമ്മളുടെ വിരത്തുമ്പിൽ എന്താണ്? മൊബൈൽ ഫോണാണുള്ളത്. നമ്മളോട് ചോദിക്കാം, ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും, എൻ്റെ ഭർത്താവിനോടാണ്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോടാണ്, അല്ലെങ്കിൽ എൻ്റെ കുട്ടിയോടാണ്, അല്ലെങ്കിൽ എൻ്റെ അമ്മയോടാണ്, എൻ്റെ അച്ഛനോടാണെന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ നമ്മൾ അറിഞ്ഞാൽ മതി, നമ്മൾ എല്ലാം മറന്ന് ഉറങ്ങുകയാണെന്ന് വെച്ചാൽ, രാത്രിയിൽ എന്താണ് എല്ലാം മറന്ന് നമ്മളുടെ സർവ്വക്ഷീണത്തിൽ നമ്മളിങ്ങനെ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ആദ്യം തപ്പുന്നത് ആരെയാണ്? അച്ഛനെയാണോ? അമ്മയാണോ? ഭർത്താവിനെയാണോ? ഭാര്യയാണോ? അല്ല, എവിടെയാണ് നമ്മളുടെ ആ മൊബൈൽ ഇരിക്കുന്നത് നമ്മൾ തപ്പുന്നത്? കാരണം എന്താണ്? ആ മൊബൈലിനകത്ത് ഇന്റർനെറ്റ് ഉണ്ട്. ഇന്റർനെറ്റിന്റെ ഒരു മായിക ലോകമുണ്ട്, അല്ലെ? എല്ലാം അവിടെ കിട്ടും. നമ്മളുടെ ബന്ധുക്കളെ കിട്ടും, സുഹൃത്തുക്കളെ കിട്ടും. 1000-വും 10,000-വും കോടികളും ഒക്കെ ലൈക്ക് ചെയ്യുന്ന വീഡിയോകളും ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും, അല്ലെ? നമ്മളെ റീലുകളൊക്കെ പലരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയും, ഇത്ര മനോഹരമാണ് എന്നൊക്കെ അഭിപ്രായങ്ങൾ പറയും, അല്ലെ? അങ്ങനെ വളരെ വിശാലമായിട്ടുള്ള ഒരു മായിക ലോകമാണ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ആ ലോകത്താണ് ഇന്ന് അധികം ആൾക്കാരും, നമ്മൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ വിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഈ കുട്ടി തിരിച്ചറിയുകയാണ്, ഞാൻ ഒറ്റപ്പെട്ടു, എനിക്ക് ആരുമില്ല എന്ന് തിരിച്ചറിയുന്ന സമയത്ത് എന്തായിരിക്കും അവന്റെ അവസ്ഥ? നമ്മൾ കാണാറുണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് തെറ്റല്ല, ഉപയോഗിക്കാതെ നമുക്ക് ഇന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. നമുക്കത് ഉപയോഗിച്ചേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉപയോഗിച്ച് വരുന്ന സമയത്ത് അതിന്റെ ദൂഷ്യഫലങ്ങളിലൂടെ ഈ ലോകത്ത് നിന്ന് തന്നെ വിട പറഞ്ഞു പോകുന്ന, സ്വയം ജീവിതം അവസാനിപ്പിച്ചു പോകുന്ന എത്രയോ ബാല്യങ്ങൾ, എത്രയോ കൗമാരങ്ങൾ, എത്രയോ യുവാക്കൾ, എത്രയോ വൃദ്ധജനങ്ങൾ വരെ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള സമയത്ത് നമുക്ക് ആശ്രയിക്കാൻ ഒരാൾ വേണം, അല്ലെ? ആശ്രയിക്കാൻ എന്തെങ്കിലും വേണം. അപ്പൊ ആ ആശ്രയം എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പൊ ഒരിക്കല് ഒരു കഥ, ഒരു സന്യാസി വര്യൻ ഒരു ഗ്രാമത്തിൽ വന്നു. ഈ ഗ്രാമത്തിൽ വന്ന സന്യാസി വര്യൻ
ഇങ്ങനെ ഗ്രാമജനങ്ങളുമായിട്ടൊക്കെ സംവദിച്ചുകൊണ്ട് ആ ഗ്രാമത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പൊ പലരും വന്ന് പല കാര്യങ്ങളും ചോദിക്കുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ ഈ സന്യാസി വര്യൻ കൊടുക്കുന്നു. അങ്ങനെ കേട്ട് എല്ലാവരും ഇദ്ദേഹത്തെക്കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ ഗ്രാമത്തിൽ പറയാൻ തുടങ്ങി. എന്റെ പല കഷ്ടതകളും ഇദ്ദേഹം തീർത്തു, എനിക്ക് നല്ല ഉപദേശങ്ങളൊക്കെ നൽകി എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ആ ഒരു ശ്രേഷ്ഠത ഗ്രാമത്തിലെല്ലാം പടർന്നു. അപ്പൊ അങ്ങനെ ഇത് കേട്ടറിഞ്ഞ് ഒരു യുവാവ് ഇദ്ദേഹത്തിന്റെ അടുത്ത് വരികയാണ്. എല്ലാവരും പോകുന്നിടം വരെ ആ യുവാവ് കാത്തു നിന്നു. എല്ലാവരും പോയതിനു ശേഷം ഈ സന്യാസി വര്യന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താണ് നീ വന്നത് എന്ന് സന്യാസി ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് ഒന്നിനോടും ഒരു താല്പര്യമില്ല, എനിക്ക് ജീവിക്കണം തന്നെ തോന്നുന്നില്ല, എന്തിനാണ് ജീവിക്കുന്നത് എന്ന് എനിക്കറിയില്ല, അപ്പൊ അതുകൊണ്ട് എനിക്ക് ജീവിച്ചിരിക്കണമെന്ന് തന്നെ താല്പര്യമില്ല, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കേണ്ടത് എന്നൊക്കെ ഈ സന്യാസിയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ ഈ അവസ്ഥ മാറ്റാനായിട്ട് പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു ഈശ്വരനെ ഭജിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം തിരിച്ചു ചോദിച്ചു, ഈശ്വരനോ? എനിക്ക് ഈശ്വരനിലൊന്നും വിശ്വാസമില്ല. ഈശ്വരൻ ആരാണ്? ഈശ്വരൻ എവിടെയാണ്? അദ്ദേഹത്തെ കാണാതെ ഞാൻ എങ്ങനെ അദ്ദേഹത്തെ ഭജിക്കും എന്നൊക്കെ ഇദ്ദേഹം ചോദിക്കാൻ തുടങ്ങി. അപ്പം വളരെ എത്രയൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ഈ വന്ന യുവാവിന് ഈശ്വരനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അങ്ങനെ ഗത്യന്തരമില്ലാതെ ഈ സന്യാസി പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിന്റെ കൂടെ ആരുമില്ലേ? വീട്ടിലാരുമില്ല. അപ്പൊ പറഞ്ഞു, എന്റെ വീട്ടിൽ ആരുമില്ല, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല, സുഹൃത്തുക്കളില്ല, ആരുമില്ല, ആകെ ഞാനും വീട്ടിലൊരു ആടുംകുട്ടിയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സന്യാസി എന്ത് ചെയ്തു, ഒരു കാര്യം ചെയ്യും, നീ ആടിനെ നന്നായി പരിപാലിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ കൂടുതൽ സമയം അതിൻ്റെ അടുത്ത് ചെലവഴിക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ സന്യാസി ആ ഗ്രാമത്തിൽ നിന്നും പോയി. അപ്പൊ എന്ത് ചെയ്തു, ഈ വ്യക്തി തിരിച്ച് വീട്ടിൽ ചെന്ന് ഈ ആടിനെ പരിപാലിക്കാൻ തുടങ്ങി. ആടിനെ രാവിലെ നന്നായിട്ട് കുളിപ്പിച്ച് കൃത്യമായിട്ട് അതിന് ചെറിയ ഒരു കുറിയൊക്കെ തൊട്ട് അതിന് ചെറിയ ധൂപങ്ങളൊക്കെ കാണിച്ച്, അതിന് വരെ ഈച്ചകളൊന്നും വരാതിരിക്കാൻ വേണ്ടി ധൂപമൊക്കെ കാണിച്ച് അതിൻ്റെ അടുത്ത് ഇങ്ങനെ ചെലവഴിച്ചു. കുറെ സമയം കഴിഞ്ഞിട്ട് ഇത് മാറി പുറത്തൊക്കെ പോയി വീണ്ടും തിരിച്ചു വരും. ഈ ആടിൻ്റെ അടുത്ത് വന്ന് ചെറിയ വർത്തമാനങ്ങളൊക്കെ പറയും. അങ്ങനെ ആടിൻ്റെ അടുത്തിരിക്കും. കൂടുതൽ സമയവും ഈ ആടിൻ്റെ അടുത്ത് ചെലവഴിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അപ്പൊ അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. ഈ സന്യാസി വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത്, ഞാൻ പണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു യുവാവിനെ ഇങ്ങനെ കണ്ടിരുന്നല്ലോ, അദ്ദേഹത്തെ കണ്ടാൽ കൊള്ളാമെന്ന ആഗ്രഹം തോന്നി. അപ്പൊ ഇങ്ങനെ അന്വേഷിച്ച് ഗ്രാമത്തിൽ വന്ന സമയത്താണ് വലിയൊരു വ്യാപാരി, ആ വ്യാപാരിയുടെ വലിയ ഈ വ്യാപാര സ്ഥാപനത്തിന്റെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോൾ ഓടി വന്ന് കാൽക്കലേക്ക് വീഴുകയാണ് വ്യാപാരി. എന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് എന്നെ മനസ്സിലായോ? അങ്ങന്ന് ആടിനെ നോക്കാൻ വേണ്ടിയിട്ട്, ആടിനെ പരിപാലിക്കാൻ ഉപദേശം നൽകിയത് എനിക്കാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് സന്തോഷമായി. അപ്പൊ അദ്ദേഹം പറയുകയാണ്, എങ്ങനെയാണ് നിനക്ക് ഇത്തരത്തിൽ നേട്ടത്തിൽ എത്താൻ സാധിച്ചതെന്ന് സന്യാസി ചോദിച്ചു. അപ്പൊ ആടിനെ പരിപാലിച്ച സമയത്താണ് എനിക്ക് മനസ്സിലായത് വിശ്വാസം എന്താണ് എന്ന്. അപ്പൊ അതിന്റെ അടുത്തേക്ക് എന്ത് ചെയ്തു, ആടിനെ അവന് അകമഴിഞ്ഞ് സ്നേഹിച്ചു, അതിനെ നല്ല രീതിയിൽ പരിചരിച്ചു, അതിനോട് വർത്തമാനം പറയാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു, ക്രമേണ ഈ വ്യക്തിയിൽ ഈ ലോകത്ത് ജീവിക്കുന്നതിന് ഒരു അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്, അതിന് ആരൊക്കെയോ അവനുണ്ട് എന്നൊരു തോന്നൽ വന്നു. അങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം ജനിക്കാൻ തുടങ്ങി. അങ്ങനെ ജോലിയിൽ വ്യാപൃതനായി, കച്ചവടം തുടങ്ങി, വലിയ വ്യാപാരിയായി മാറി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കഥ അവരെ അവതരിപ്പിച്ചു. അപ്പോൾ സന്യാസി ശ്രേഷ്ഠൻ പറഞ്ഞു, ഞാനും ഉദ്ദേശിച്ചത് തന്നെയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കും അറിയാം, നമുക്കിന്ന് ജീവിക്കുന്ന സമയത്ത് നമുക്കും ഇത്തരത്തിൽ ആശ്രയിക്കാനായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യപദ്ധതികളുണ്ട്. നമുക്ക് പൂജയെയും അതുപോലെ തന്നെ ഈശ്വരനെയും ഭഗവാനെയും ഒക്കെ ആരാധിക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് തോന്നാം, ഏത് ഈശ്വരനെ ഞാൻ ആരാധിക്കണം? ഇവിടെ 33 കോടി ദേവന്മാരുണ്ടല്ലോ, ഇത്രയും ദേവഗണങ്ങൾ ഉള്ള സമയത്ത് ഞാൻ ഏത് ഈശ്വരനെയാണ് ആരാധിക്കേണ്ടത് എന്ന് നമുക്ക് തോന്നാം. അവിടെയും ഭഗവാൻ പറയുന്നുണ്ട്, എന്താണ്, സർവ്വദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. അല്ലെങ്കിൽ നമ്മൾ ഏത് ഈശ്വരനെ നാം വന്ദിച്ചാലും അതൊക്കെ എത്തിച്ചേരുന്ന എവിടെയാണ്? ആ സാക്ഷാത് പരബ്രഹ്മം എന്ന് പറയുന്ന ആ ചൈതന്യത്തിലേക്കാണ്. ആ ഏക ചൈതന്യത്തിലേക്കാണ് ഏത് ഈശ്വരനിലൂടെയും നാം എത്തിച്ചേരാൻ പോകുന്നത് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള ആരാധനകളുണ്ട്, അല്ലെ? പല രീതിയിൽ നമുക്ക് ആരാധിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ചിലപ്പോൾ പുരാണങ്ങൾ, ഇതിപ്പോ പുരാണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പുരാണങ്ങളിലൂടെ നമുക്ക് ആരാധനകൾ നടത്താം. അതിലൂടെ നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കുവാനായി സാധിക്കും. നമ്മളിപ്പം ഉദാഹരണത്തിന് നമ്മളുടെ വീടുകളിൽ നമ്മൾ രാമായണം വായിക്കാറുണ്ട്. അതായത് കർക്കിടക മാസത്തില് എല്ലാ ദിവസവും രാമായണത്തിന്റെ കുറെ ഭാഗങ്ങൾ വായിച്ച് നമ്മൾ എന്ത് ചെയ്യും, ആ രാമായണത്തെ പൂർണ്ണമായിട്ടും ആ ഒരു മാസം കഴിയുന്ന സമയത്തേക്ക് വായിച്ച് അവസാനിപ്പിക്കുവാൻ വേണ്ടി നാം ശ്രദ്ധിക്കാറുണ്ട്. ആദ്യമൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത്
നമ്മൾ സിനിമയിലൊക്കെ കണ്ടതുപോലെ രാമൻ ഓരോരോ രോമങ്ങൾ, ഹനുമാൻ ഓരോരോ രോമങ്ങൾ പിഴുതെറിയവേ രാമനോ തോർത്തില്ല, ലക്ഷ്മണനോ മുണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വായിക്കാം അല്ലെ. പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സുപ്രഭാനന്ദ സ്വാമി പറയുമായിരുന്നു, ചീട്ടെഴുതി ഒരു കുട്ടിയെ ചന്തയിൽ വിട്ട കഥ. അപ്പൊ അവർക്ക് ആ ചന്തയിൽ ചെന്നിട്ട് ചോദിച്ചിട്ട് ഇവൻ പറയുന്ന കാര്യം എന്ത് ചെയ്താലും ആ കടക്കാരന് മനസ്സിലാകുന്നില്ല, എന്താണ് പറയുന്നത്, ചുക്കുമു ലക്കോതി പലി എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ശരിക്കും പറയേണ്ടത്, എങ്ങനെയാണ്? ചുക്ക്, മുളക്, തിപ്പലി എന്ന് പറയുന്നതിന് പറയും ചുക്കുമു ലക്കോതി പലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനസ്സിലാവില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ആദ്യം രാമായണം വായിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഹനുമാൻ ഓരോരോ മരങ്ങൾ പിഴുതെറിയവേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്ത് പറയും? നമ്മൾ ഹനുമാൻ ഓരോ രോമങ്ങൾ പിഴുതെറിയവേ തന്നെ വായിക്കും. അപ്പൊ അങ്ങനെ വായിക്കണം. അങ്ങനെ വായിക്കുന്ന സമയത്ത് പല പ്രാവശ്യം പല ആവർത്തി നാം വായിച്ചു കഴിയുമ്പോൾ നമുക്കിതിനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോ രാമനോ തോർത്തില്ല എന്നല്ല, രാമൻ അതോർത്തില്ല എന്ന് നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ക്രമേണ അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട്, പദച്ഛേദങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് രാമായണത്തെ വായിക്കുവാനായിട്ട് സാധിക്കും. പിന്നീട് വീണ്ടും മുന്നോട്ട് പോയി കഴിഞ്ഞാലോ നമുക്ക് ആ രാമായണത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അതിനകത്ത് ഒളിപ്പിച്ചിരിക്കുന്ന അറിവിലേക്ക് നമുക്ക് എത്തുവാനായി സാധിക്കും. ആ അറിവ് നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനായി സാധിക്കും. അത്തരത്തില് നമ്മളുടെ ജീവിത സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ പെരുമാറണം, നല്ലതേതാണ് ചീത്ത ഏതാണ് എന്ന് മനസ്സിലാക്കുവാനായി സാധിക്കും. ഉദാഹരണത്തിന് നമുക്ക് 2 കഥാപാത്രങ്ങളെ എടുത്തു കഴിഞ്ഞാൽ, രാമായണത്തിൽ 2 കഥാപാത്രങ്ങളാണ്, മന്ധരയും അതുപോലെ തന്നെ നമ്മുടെ സുമിത്രയും. ഇവരെ രണ്ടുപേരെയും നമുക്ക് നോക്കാം. അപ്പൊ മന്ധര എന്താണ് ചെയ്തതെന്ന് നോക്കാം. നമ്മൾ രാമായണ കഥ നോക്കുന്ന സമയത്ത് രാമായണത്തിന്റെ ഏറ്റവും പ്രസക്തിയുള്ള കഥാപാത്രമാണ് മന്ധര എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെ ഇവിടെ ഈ ശ്രീരാമന്റെ പട്ടാഭിഷേകം നടക്കാൻ പോവുകയാണ്. അങ്ങനെ അയോധ്യ നഗരി മുഴുവൻ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സമയത്ത് മന്ധര കയറി വരികയാണ്. കൈകേയിയുടെ അടുത്തേക്കാണ് മന്ധര വരുന്നത് അല്ലെ. അപ്പൊ അവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ചോദിക്കുന്നത്? കണ്ടോ അയോധ്യ നഗരി മുഴുവൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. ആ ഞാനും കണ്ടു, എന്താണ് കാര്യം എന്ന് കൈകേയി ചോദിക്കുന്ന സമയത്ത് എന്താ പറയുന്നത്? അവിടെ രാമന്റെ അഭിഷേകം നടക്കാൻ പോവുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എന്ത് ചെയ്യാണ്? സ്വന്തം കഴുത്തിൽ കിടക്കുന്ന മാല ഊരിക്കൊണ്ട് മന്ധരയ്ക്ക് സമ്മാനിക്കുകയാണ് അമ്മ ആദ്യം ചെയ്തത്. അപ്പൊ പറഞ്ഞു, നീ ഇങ്ങനെ നടന്നു, എനിക്ക് ഈ മാലയൊന്നും വേണ്ട. മാല വലിച്ചെറിഞ്ഞിട്ട് പറയാണ്, നീ ഇങ്ങനെ നടന്നു. എന്താണ് ഇവിടെ? നിന്റെ മകന് എന്തില്ല, ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആർക്കാണ് കൊടുക്കുന്നത്? രാമനാണ് കൊടുക്കുന്നത്. നിന്റെ മക്കള് എന്തായി മാറും? അവനൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഭരതനെ അച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ട്, അല്ല അവന്റെ അമ്മാവന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചിട്ടാണ് ഇവിടെ അഭിഷേകം നടത്തുന്നത് എന്ന് പറഞ്ഞ് അവിടെ എന്താണ്? ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ടുള്ള ശ്രമമല്ല. അത് കഴിഞ്ഞ് നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതോടുകൂടി സർവവും മറന്നുകൊണ്ട് അതുവരെ ഉണ്ടായിരുന്ന സന്തോഷങ്ങളെയെല്ലാം പരിത്യജിച്ചുകൊണ്ട് ആ കോപാകാരത്തിലേക്ക് കയറി എന്നാ പറഞ്ഞത്. കോപാകാരം, അന്ന് പലതരത്തിലുള്ള ഗ്രഹങ്ങളുണ്ട്. കോപം ഉണ്ടാകണേ ഒരു മുറിക്കകത്ത് കയറിയിട്ടാണ് കോപം ഉണ്ടാകുക. നേരത്തെ മുന്നിലിരിക്കുന്ന മുറിയിൽ നിന്ന് കോപമൊന്നുമില്ല. അപ്പൊ കോപാകാരത്തിലേക്ക് കയറി അവിടെ ദുഃഖത്തോടു കൂടിയിരുന്നു. ദശരഥൻ ഇങ്ങനെ ഇത് പറയാൻ വേണ്ടിയിട്ട്, രാമന്റെ പട്ടാഭിഷേകത്തെ കുറിച്ച് പറയാൻ വരുന്ന സമയത്ത് കരഞ്ഞു നിരോളിച്ച് നിലത്ത് കിടക്കുന്ന ആ മുടിയെല്ലാം അഴിഞ്ഞു കിടക്കുന്ന ആ കൈകേയിയെ കാണുകയാണ്. അപ്പൊ ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് സംഭവിച്ചത്? ഇവിടെ മഹത്തായ ഒരു കർമ്മം നടക്കാൻ പോവുകയാണ്, ഈ ഒരു അവസരത്തിൽ നീ എന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുകയാണ്, ഞാൻ പണ്ട് അങ്ങയെ ദേവാസുര യുദ്ധത്തിൽ വെച്ചിട്ട് സഹായിച്ചിരുന്നു. അന്ന് അങ്ങ് 2 വരം തരാമെന്ന് പറഞ്ഞിരുന്നു. എനിക്കതിന്ന് വേണം. എന്താണ് വരം എന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ഒന്ന്, രാമനെ വനത്തിൽ അയക്കുക എന്നതും ഭരതനെ രാജാവായി വാഴിക്കുക എന്നുള്ള രണ്ടാമത്തേതും. അങ്ങനെ 2 വരങ്ങൾ ചോദിച്ചു. അതുവരെ ഉണ്ടായിരുന്ന കഥയെല്ലാം മാറുകയാണ്. മഹാശൂര പരാക്രമികളായിട്ട് വളർന്നു വന്ന 4 കുമാരന്മാർ ഈ നാടിനെയൊക്കെ സംരക്ഷിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ആ പ്രദേശം മുഴുവൻ വ്യാപിച്ചിരുന്നിരുന്ന ആ സന്ദേശമൊക്കെ പൊടുന്നനെ നശിച്ചുകൊണ്ട് ആ മന്ധരയുടെ ഒറ്റ വാക്കുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ദശരഥന്റെ മരണം, രാമന്റെ വനവാസം, സീതാപഹരണം, അങ്ങനെ ഒരു രാജ്യം തന്നെ, ലങ്ക എന്ന് പറയുന്ന രാജ്യം തന്നെ നശിപ്പിച്ചു. അപ്പൊ അങ്ങനെ അത് അസുര രാജ്യമായിരുന്നെങ്കിലും അസുരന്മാരെ നശിപ്പിക്കുക എന്നുള്ളതാണ് കർത്തവ്യമെങ്കിലും ഈ ഒരു മന്ധരയുടെ ഒരു വാക്കുകൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടായത് എന്ന് നമുക്കറിയാം. നമ്മുടെയൊക്കെ ഉള്ളിൽ എന്തുണ്ട്? സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാം ഇത്തരത്തിലുള്ള മന്ധരയുണ്ട്. സ്വയം നമ്മൾ മന്ധരമാരാണ്. ചില അവസരങ്ങൾ നമ്മൾ ഒന്നുമില്ലെങ്കിലും ചോദിക്കും, നീയാണല്ലോ നിന്റെ അമ്മയെ നോക്കുന്നത്, നിന്റെ അനിയൻ പറയുന്നത് നീയല്ല അവനാ നോക്കുന്നതെന്നാണ് എന്നൊക്കെ നമ്മൾ ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചിലപ്പം വെറുതെയെങ്കിലും ഒരു മനസ്സുഖം അതിനുവേണ്ടി പറയാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മന്ധരമാർ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല ആവേണ്ടത് എന്നുള്ളതിനുള്ള മറുപടി തൊട്ടടുത്ത് തന്നെ കാണിക്കുകയാണ്. ആരിലൂടെ? സുമിത്രയിലൂടെ. അപ്പൊ ഇങ്ങനെ എല്ലാം അങ്ങനെ നശിച്ചു എന്നുള്ള അവസരത്തിൽ നിൽക്കുന്ന സമയത്തും ശ്രീരാമൻ വനത്തിലേക്ക് പോകുന്ന സമയത്ത് ശ്രീരാമനോടൊപ്പം പോകാനായിട്ട്
ആരാണ്? ലക്ഷ്മണൻ സന്നദ്ധനാകുന്നു. സീത ആദ്യം പോകും. സീത പോകുന്നതിനോടൊപ്പം തന്നെ ലക്ഷ്മണനും പോകാൻ സന്നദ്ധനാകുന്നു. അങ്ങനെ പോകാൻ നേരം അമ്മയോട് യാത്ര പറയാൻ പോവാണ് സുമിത്രയുടെ അടുത്ത്. യാത്ര പറയാൻ ചെല്ലുന്ന സമയത്ത് അവിടെയാണ് ഏറ്റവും രാമായണത്തിലെ മനോഹരമായിട്ടുള്ള ശ്ലോകം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗം അതാണെന്നാണ് പറയുന്നത്. സുമിത്ര കൊടുക്കുന്ന, ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശമുണ്ട്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനവാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛതാത യഥാസുഖം എന്നാണ് പറയുന്നത്. അതായത് നീ വനത്തിലേക്ക് പോകരുതെന്നല്ല പറഞ്ഞത്. എന്താണ്? രാമനെ ദശരഥനായിട്ട് കാണുക. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം. എന്നെ എവിടെയാണ് കാണേണ്ടത്? ജനകാത്മജയിലാണ്, അതായത് നമ്മളുടെ സീതാദേവിയിലാണ് നീ എന്നെ കാണേണ്ടത്. അതുപോലെ തന്നെ ഈ അയോധ്യയുടെ നീ അടവിയെ, കാടിനെ കാണൂ. അപ്പൊ യഥാസുഖം പോയി വരൂ മകനെ എന്ന് ആ സുമിത്ര കൊടുക്കുന്ന ഉപദേശം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇത്തരത്തില് നമ്മളുടെ ജീവിതത്തിലും പല സന്ദർഭങ്ങൾ വരാം. ഈ കഥകൾ വായിച്ച് മനസ്സിലാക്കി രാമായണ പാരായണത്തിലൂടെയോ ആ കഥകളിലൂടെയോ മനസ്സിലാക്കി മുന്നേറുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്തും ഉചിതമായിട്ട് ഒന്നുകൂടി ചിന്തിക്കാനായിട്ടുള്ള ഒരു അവസരം നമുക്കത് ഒരുക്കി തരുന്നുണ്ട്. അത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നാം ഇതിന്റെ പാരായണം നടത്തേണ്ടതുണ്ട്. ഇതുപോലെ തന്നെയാണ് പൂജയും വഴിപാടുകളും എല്ലാം തന്നെ. നാം പറയാറുണ്ട് നമ്മളുടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഇവിടെ നമ്മൾക്ക് ഷഷ്ഠി വ്രതം നാം ആചരിക്കാറുണ്ട്. അപ്പൊ ഈ ഷഷ്ഠി വ്രതം ആചരിക്കുന്ന സമയത്ത് സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് ഷഷ്ഠി വ്രതം നല്ലതാണ് എന്ന് പറയാറുണ്ട്. നമുക്ക് തോന്നാം, എന്താണ് ഷഷ്ഠിവ്രതം? ഇന്നത്തെ ആധുനികമായിട്ടുള്ള ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന കാര്യം ഇതൊന്നുമല്ല. എന്താണ്? സന്താനലബ്ധിയുടെ കാര്യത്തെക്കുറിച്ച് ഇപ്പം ടി വിയിലൊക്കെ ആഘോഷപൂർവ്വം ചർച്ച ചെയ്യുന്നുണ്ട്, അല്ലെ? നിന്നെ എനിക്ക് ഗർഭിണിയാക്കണമെന്ന് പറയുന്ന വ്യക്തിയും ആ ഗർഭത്തെ ഛിദ്രം നടത്തണമെന്ന് പറയുന്ന വ്യക്തിയും ഒക്കെ നമുക്കിന്ന് കാണുവാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ആ സന്ദേശങ്ങളൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പൊ എന്താണ് ഇത്തരത്തിലുള്ള സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് ഷഷ്ഠിവ്രതത്തിന്റെ പ്രാധാന്യം എന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ പല ഐതിഹ്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പൊ അതിലൊന്ന്, സുബ്രഹ്മണ്യൻ ബ്രഹ്മദേവനെ തടവിലാക്കുകയും അതിന്റെ ശാപം നേടുകയും ചെയ്തു എന്നറിയപ്പെടുന്നു. അപ്പൊ ഈ ശാപം നേടിക്കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു സർപ്പമായി മാറുകയാണ്. ഈ സർപ്പമായി മാറിയ, നാഗമായി മാറിയ ഈ സുബ്രഹ്മണ്യൻ അവിടുന്ന് ഒളിച്ചു പോവുകയാണ്. അങ്ങനെ ഒളിച്ചു പോകുന്ന സമയത്ത് സ്വന്തം പുത്രരെ ആർക്ക് നഷ്ടപ്പെടുന്നു? പാർവതീ ദേവിക്ക് നഷ്ടപ്പെടുന്നു. അപ്പൊ ഈ നഷ്ടപ്പെട്ട പാർവതീ ദേവി ശുക്ലപക്ഷത്തിലെ തിഥികളിൽ, അതായത് പ്രഥമ മുതൽ ഷഷ്ടി വരെ വ്രതം സ്വീകരിക്കുകയാണ്. അങ്ങനെ ഷഷ്ടി, അതായത് തിഥി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സൂര്യന്റെയും ചന്ദ്രന്റെയും ഉള്ള അകലമാണ് തിഥി എന്ന് പറയുന്നത്. നമ്മൾ അന്നത്തെ ഈ കാലഗണനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. സൂര്യൻ 12 ഡിഗ്രി ചന്ദ്രനിൽ നിന്ന് അകന്നു നിൽക്കുക, അതായത് ചന്ദ്രൻ സൂര്യനിൽ നിന്ന് 12 ഡിഗ്രി അകന്നു നിൽക്കുകയാണെങ്കിൽ പ്രഥമാ തിഥിയാകുന്നു. അത് തന്നെ 24 ഡിഗ്രി ആകുമ്പോൾ അത് ദ്വിതീയാകുന്നു. അങ്ങനെ ഇതിന്റെ അകലത്തിനനുസരിച്ചാണ് ഈ തിഥികളെ നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ ശുക്ലപക്ഷത്തിലെ പ്രഥമ തിഥി മുതൽ ഷഷ്ടി തിഥി വരെ ഈ പാർവതീ ദേവി ഷഷ്ടിവ്രതം ആചരിക്കാൻ തുടങ്ങി. അങ്ങനെ 6 ഷഷ്ടികൾ ആചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ 6 ഷഷ്ടികൾ ആചരിച്ച സമയത്ത് സുബ്രഹ്മണ്യന്റെ ഈ ശാപത്തിന് മോക്ഷം ലഭിക്കുകയും ശക്തിയോട് കൂടിയിട്ട് സുബ്രഹ്മണ്യൻ തിരിച്ചു വരികയും ചെയ്തു എന്നൊരു ഐതിഹ്യം പറയുന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഈ ഐതിഹ്യത്തിലൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സന്താന ലബ്ധിക്ക് വേണ്ടിയിട്ട് ഇന്നൊക്കെ ഉണ്ടാകുന്ന അച്ഛനമ്മമാർ ഇങ്ങനെയാണോ എന്ന് നാം ചിന്തിക്കണം. അവരൊക്കെ ഒരു ഷഷ്ടിവ്രതം ആചരിക്കുന്ന സമയം, നമ്മുടെ ഇപ്പോൾ ഒരു യുവാക്കൾ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ യുവാവായിരിക്കുന്ന സമയത്ത് ഈ ഷഷ്ടിവ്രതം ആചരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം ഷഷ്ടിവ്രതം ആചരിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും. എന്ത്? ഒരു പുത്രൻ അല്ലെങ്കിൽ ഒരു പുത്രി, ഒരു സന്താനം എന്നുള്ള ചിന്തയുണ്ടാവും. ഈ ചിന്തയാണ് അവരുടെ മാറ്റത്തിന്റെ തുടക്കം. ഈ മാറ്റത്തിന്റെ തുടക്കത്തിലൂടെ നമ്മളുടെ ശരീരത്തിൽ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ അനവധിയാണ്. അപ്പൊ ആ ചിന്ത നമ്മൾ പറഞ്ഞു, നമ്മൾ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു, മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. നമ്മളുടെ മനസ്സാണ് ബന്ധനത്തിനും മോക്ഷത്തിനും കാരണം. ഈ മാറ്റം അവനിൽ സൃഷ്ടിക്കുന്നത് ഒരു അമ്മയാകാനായിട്ടുള്ള ഒരുക്കം, അല്ലെങ്കിൽ ഒരു അച്ഛനാകാനായിട്ടുള്ള ഒരുക്കം. ഇവിടെ ഇരിക്കുന്ന പലരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ആക്സിഡന്റലി അമ്മയായവരും അച്ഛനായവരും ഒക്കെ ആയിരിക്കാം. ഒരു പക്ഷേ ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കാത്ത സമയത്ത് ചിലപ്പോൾ അമ്മയായവരായിരിക്കാം. അപ്പൊ അത്തരത്തിലൊക്കെ അല്ലാതെ ഒരു കുട്ടിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അവൻ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് അമ്മയാകുന്നതിന് വേണ്ടിയിട്ട്, അച്ഛനാകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഷഷ്ടിവ്രതം ആചരിക്കുവാനായി സാധിക്കും. ഇതുപോലെ തന്നെ മറ്റൊരു ഐതിഹ്യം പറയുന്നുണ്ട്. താരകാസുരനെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ ശക്തി ക്ഷയിച്ച് സുബ്രഹ്മണ്യൻ അപ്രത്യക്ഷനാവുന്നു.
ദേവന്മാർക്ക് അങ്കലാപ്പിലായി. ദേവസേനാനായകനാണ്. സേനാനായകൻ അവിടെ നിന്നും അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ യുദ്ധം നയിക്കാൻ ആളില്ലാതെ വരും. അങ്ങനെ ദേവന്മാർ ഷഷ്ടിവ്രതം സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ 6 ദിവസത്തെ ആ വ്രതം, അതും ഈ ശുക്ലപക്ഷത്തിലെ പ്രഥമ മുതൽ ഷഷ്ടി വരെയായിരുന്നു വ്രതം ഉണ്ടായിരുന്നത്. അങ്ങനെ ആ വ്രതത്തിന് ശേഷം പൂർവാധികം ശക്തിയോടുകൂടി ആ സുബ്രഹ്മണ്യൻ പുനർ അവതരിക്കുകയും അവിടെ താരകാസുരന്റെ നിഗ്രഹം നടത്തുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ ഇത് യുവാക്കന്മാരോ നമ്മളുടെ കൗമാരത്തിലുള്ള വിദ്യാർത്ഥികളോ ഈ ഒരു സങ്കല്പത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഷഷ്ടിവ്രതം ആചരിച്ചുകൊണ്ട് ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ അവന് എവിടെയാണോ തളർച്ച ഉണ്ടാകുന്നത്, ആ തളർച്ച ഉണ്ടാകുന്ന സമയത്ത് ഒരു ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വ്രതങ്ങൾ അവനെ സഹായിക്കും എന്നുള്ള ഒരു മനോബലം ആ വിദ്യാർത്ഥിക്കും അതുപോലെ തന്നെ ആ യുവാക്കൾക്ക് ഇനി അവരുടെ ജോലി സമ്പാദനത്തിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു കിട്ടിയില്ല, രണ്ടാമത് വീണ്ടും ശ്രമിച്ചു കിട്ടിയില്ല, വീണ്ടും എന്നെ സഹായിക്കാൻ ആരുമില്ലേ എന്നൊരു തോന്നൽ തോന്നിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ നമുക്ക് ഈശ്വരന്റെ ആ ഒരു സഹായത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഷഷ്ടിവ്രതം ആചരിക്കുവാനായി സാധിക്കും. അപ്പൊ പ്രായഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ആചരിക്കാവുന്നതാണ് ഷഷ്ടിവ്രതം. അപ്പൊ അത്തരത്തില് നമ്മൾ ഇങ്ങനെ ആചരിക്കാം. അതുപോലെ തന്നെ നമുക്ക് കാർത്തികേയന്റെ സങ്കല്പം അറിയാം. കാർത്തികേയൻ എന്ന് പറഞ്ഞാൽ ആരാണ്? പഞ്ചമുഖനായിട്ടുള്ള ശിവനിൽ നിന്നും അതുപോലെ തന്നെ ഏകമുഖിയായിട്ടുള്ള പാർവതിയിൽ നിന്നും ഉദ്ഭൂതനായിട്ടുള്ള ആ കാർത്തികേയന്റെ ചൈതന്യം ഗംഗയിലേക്ക് പ്രവഹിക്കുകയാണ്. ഇങ്ങനെ ഒഴുകി വരുന്ന ആ ഗംഗാ ചൈതന്യത്തിൽ നിന്ന് ആ കാർത്തിക എന്ന് പറയുന്ന നക്ഷത്രം, അത് നക്ഷത്ര സമൂഹമാണ്. 6 നക്ഷത്രങ്ങൾ ചേർന്നതാണ് കാർത്തിക എന്ന് പറയുന്ന നക്ഷത്രം. അപ്പൊ ആ നക്ഷത്ര സമൂഹം 6 പേരടങ്ങുന്ന ആ കാർത്തിക നക്ഷത്രം, കാർത്തികമാർ ആ ചൈതന്യത്തെ എടുക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് കാർത്തികേയൻ എന്ന് പേര് വന്നത്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചത് കൊണ്ടാണ് കാർത്തികേയൻ എന്ന് പേര് വന്നത് എന്നും പറയുന്നു. പൂയമാണ് ജന്മതിഥി എന്നും പറയുന്നു. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള പല പല ഐതിഹ്യങ്ങളിലൂടെ, ഭഗവാന്റെ ഐതിഹ്യങ്ങളിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത് എന്താണ്? ഈ ഭാരതത്തിൽ ഉടനീളം സഞ്ചരിക്കുന്ന സമയത്ത് ഭാരതീയ സംസ്കാരമാണ് നമ്മളുടെ കാർത്തികേയൻ എന്ന് പറയുന്നത്. ഗംഗ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആ ഗംഗ പരമേശ്വര പാർവതിമാർ ഇരിക്കുന്ന ഹിമാലയത്തിൽ നിന്നും ഗോമുഖിൽ നിന്നുമാണ് ഗംഗ ഉദ്ഭവിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആ ഗംഗ എവിടെയാണ്? നമ്മളുടെ ഭാരതത്തിന്റെ ഏറ്റവും പുണ്യപ്രദേശത്തിൽ നിന്ന് ഏറ്റവും സമുദ്രതീരൻ വരെയുള്ള ആ ഭാഗത്തില്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ നാഗരൂപത്തിൽ സുബ്രഹ്മണ്യനെ ആരാധിക്കുന്നത് കർണാടകയിലാണ്. അപ്പൊ അത്തരത്തില് ഈ സംസ്കാരം, ഈ ഭാരതത്തിൽ ഉടനീളം പടർന്നു കിടക്കുന്ന സംസ്കാരമാണ് കാർത്തികേയൻ എന്ന് നമുക്ക് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത്തരത്തില് ഈ സംസ്കാരത്തെ, ഭാരതീയ സംസ്കാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ ആരെ സമീപിച്ചാൽ മതി? ഭഗവാൻ സുബ്രഹ്മണ്യനെ സമീപിച്ചാൽ മതി, അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നാൽ മതി എന്ന് നമുക്കറിയാം. അതുപോലെ നമുക്ക് വീണ്ടും നമ്മളുടെ ഒരു ആചാരമാണ് നമ്മൾ കാവടി എടുക്കുക എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഇവിടെ തൈപ്പൂയത്തിനൊക്കെ കാവടി എടുക്കാറുണ്ട്. അപ്പൊ ഈ കാവടി എടുക്കുന്നത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ്? അതിന്റെ ഒരു ഐതിഹ്യം എന്താണ്? എന്തിനു വേണ്ടിയാണ് കാവടി എടുക്കുന്നത്? അപ്പോൾ പല ചിന്തകൾ നമ്മളുടെ മനസ്സിലുണ്ടാകാം. ആ നമ്മളുടെ ഒരു നേട്ടത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ പല കഷ്ടപ്പാടുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കാവടി എടുക്കാറുണ്ട്, വ്രതത്തോട് കൂടിയിട്ട് കാവടി എടുക്കാറുണ്ട്. അപ്പൊ അതായത് ഒരിക്കല് അഗസ്ത്യ മഹർഷിക്ക് മഹാദേവനെ, പരമേശ്വരനെ ദർശിക്കണം എന്നുള്ള മോഹമുണ്ടായി. അദ്ദേഹം എന്ത് ചെയ്തു? നേരെ കൈലാസത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് പരമശിവനെയും പാർവതിയെയും ഒക്കെ ദർശിച്ചു. വളരെയധികം സന്തോഷമായി. പോകുന്ന സമയത്ത് നമ്മളറിയാം, നമ്മൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ എവിടെയൊക്കെ യാത്ര പോയാൽ എന്തെങ്കിലും ഒരു സുവനീർ നമ്മൾ കൈ കരുതും. അവിടുന്ന് ഒരു ചിത്രമോ അല്ലെങ്കിൽ ഒരു കല്ലോ ഒരു മുത്തോ എന്തെങ്കിലും ഒരു വസ്തു നമ്മൾ വാങ്ങിക്കാറുണ്ട് യാത്ര പോകുന്ന സമയം. എന്തിനു വേണ്ടിയിട്ടാ? ഇതിന്റെ ഒരു സുവനീർ, ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, അഗസ്ത്യമുനി ചോദിച്ചു, എന്താണ്? എനിക്ക് 2 ചെറിയ മലകൾ മതി, ഇവിടുന്ന് പോകുന്ന സമയത്ത് കൈലാസത്തിലെ 2 ചെറിയ മലകൾ മതി എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സന്തോഷത്തോടുകൂടി എന്നാ എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പം അഗസ്ത്യമുനിക്ക് എടുത്തുകൊണ്ട് പോകാനുള്ളതെല്ലാം ഹിഡുംബൻ എന്ന് പറയുന്ന അസുരന്റെ സഹായത്തോട് കൂടിയിട്ട് 2 വടിയിൽ 2 മലകൾ ഇങ്ങനെ കെട്ടിയിട്ട് എന്താണ് ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പൊ അങ്ങനെ കൈലാസത്തിൽ നിന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ അഗസ്ത്യൻ, നമുക്കറിയാം നമ്മുടെ നാട്ടുകാരനാണ്, ഇങ്ങനെ വന്ന് സമയത്ത് ഇടയ്ക്ക് ഇദ്ദേഹം മടുത്തു. ഹിഡുംബൻ മടുത്ത സമയത്ത് അതുകൊണ്ട് എവിടെ വെച്ചു? നിലത്ത് വെച്ച് അവിടെ വിശ്രമിച്ചു. തന്റെ ആ ശരീരത്തിലെ ക്ഷീണമൊക്കെ അകറ്റിയതിനു ശേഷം വീണ്ടും യാത്ര തുടരാൻ വേണ്ടിയിട്ട് ഈ മലകൾ എടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്നില്ല? മലകള് ഉയരുന്നില്ല. അപ്പൊ ഉയരാതെ വന്ന സമയത്താണ് ഇദ്ദേഹം മുകളിലേക്ക് നോക്കുന്നത്. അതിന്റെ മുകളിൽ ആര് നിൽക്കുന്നു? അവിടെ ഒരു ചെറിയ കുറുവടിയൊക്കെ ആയിട്ട് ഒരു ബാലൻ നിൽക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഈ മല എന്റേതാണ്, ഈ മല നിങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കില്ല, ഇത് എന്റെ മലയാണെന്ന് പറഞ്ഞു. അപ്പൊ ഹിഡുംബൻ പറയും, അല്ലല്ല, ഞാനിപ്പോ അഗസ്ത്യമുനി പറഞ്ഞിട്ട് കൈലാസത്തിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അപ്പൊ എനിക്കിത് അദ്ദേഹത്തിനോടൊപ്പം കൊണ്ടുപോയിട്ട് പറ്റുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ ഇവര് തമ്മിൽ വളരെ വാഗ്വാദങ്ങളായി. അവസാനം അത് യുദ്ധത്തിലേക്ക് എത്തി. അങ്ങനെ യുദ്ധത്തിലെ ഹിഡുംബൻ മരിച്ചു. ഹിഡുംബനെ കൊല്ലുകയാണ് ആര്? ആ ബാലൻ സുബ്രഹ്മണ്യനാണെന്ന് അന്നേരം ആർക്ക് മനസ്സിലാകുകയാണ്?
ഈ അഗസ്ത്യ മഹർഷിക്ക് മനസ്സിലാകുകയാണ്. അപ്പൊ അവിടെ ഹിഡുംബനെ വധിച്ചു. അപ്പോൾ അഗസ്ത്യ മഹർഷി എന്ത് ചെയ്തു? സുബ്രഹ്മണ്യനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് എന്ത് ചെയ്യുന്നു? ആ ഹിഡുംബനെ വീണ്ടും ജീവൻ നൽകാൻ വേണ്ടിയിട്ട് സുബ്രഹ്മണ്യൻ തയ്യാറാകുന്നു. അങ്ങനെ ആ ഹിഡുംബനെ എന്ത് ചെയ്യുന്നു? ഈ മല തന്റേതാണെന്ന് പറഞ്ഞല്ലോ, ആ മലയാണ് ഏത്? പഴനി മല എന്ന് പറയുന്നത്. അതിന്റെ കാവൽക്കാരനായിട്ട്, ദ്വാരപാലകനായിട്ട് ആരെ വെച്ചു? ഹിഡുംബനെ വെച്ചു. അപ്പൊ ഹിഡുംബന്റെ അപേക്ഷയാണ്, ഞാനിത് ഇത്രയും ദൂരം കൊണ്ടുവന്നു, ഞാൻ വളരെയധികം ശ്രാന്തനായിരുന്നു, അല്ലെ, വളരെയധികം എന്റെ ക്ഷീണമുണ്ടായിരുന്നു, എന്റെ ശരീരത്തിലെ ക്ഷീണമെല്ലാം മാറ്റി എനിക്ക് ഒരു പുനർജന്മം നൽകിയത് ആരാണ്? ഭഗവാനാണ്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതുപോലെ എന്ത് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അങ്ങയുടെ മുമ്പിൽ കൊണ്ട് സമർപ്പിച്ചാലും അത് അവരെ അനുഗ്രഹിക്കണം എന്ന് ഹിഡുംബൻ അദ്ദേഹത്തോട് ചോദിച്ചു. അതായത് നമ്മളെ സുബ്രഹ്മണ്യനോട് ചോദിച്ചു. അത് അനുഗ്രഹിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഹിഡുംബൻ കൊണ്ടുപോയതുപോലെ തന്നെ വടിയിൽ നമുക്ക് കെട്ടിവെച്ചിരിക്കുന്ന, അതായത് കാവടി എന്നാണ് നമ്മൾ പറയുന്നത്, രണ്ട് സൈഡിലും ഇത് കെട്ടിവെച്ചുകൊണ്ട് നമ്മൾ ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് ആ വസ്തു സമർപ്പിച്ചുകൊണ്ട് നമ്മളുടെ പ്രാർത്ഥന നടത്തി കഴിഞ്ഞാൽ ആ ഹിഡുംബനെ അനുഗ്രഹിച്ചതുപോലെ അദ്ദേഹത്തോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മളുടെ കഷ്ടനഷ്ടങ്ങളെ മാറ്റി നമുക്ക് നേർവഴി നയിക്കും. അപ്പൊ നമ്മുടെ ആഗ്രഹം ഏത് രീതിയിലാണോ ആ രീതിയിലുള്ള കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല, മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, തടസ്സങ്ങൾ വന്നു, ഈ തടസ്സത്തെ ഒരു പാലായി നമ്മുടെ മുന്നിലേക്ക് എത്തിക്കണം, അതെനിക്ക് പാനം ചെയ്യാൻ പറ്റുന്ന പോലെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പാൽക്കാവടികളാടാം. അല്ലെങ്കിൽ നമ്മുടെ മുന്നിലുള്ള എല്ലാ വൈതരണികളെയും തീർത്ത് അതിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട്, ഭസ്മമാക്കിക്കൊണ്ട്, വിലേപനം ചെയ്തുകൊണ്ട് എന്റെ ശരീരത്തിന്റെ അംഗരാഗങ്ങളാക്കി മാറ്റണമെങ്കിൽ നമുക്ക് ഭസ്മത്തിന്റെ ആ കാവടി എടുത്തുകൊണ്ട് ഭസ്മാഭിഷേകം ചെയ്യുവാനായിട്ട് സാധിക്കും. അതല്ല, നമ്മളുടെ ചെയ്തകൾ ഈ ലോകത്ത് മുഴുവൻ സുഗന്ധം പരത്തുന്നവയാക്കണമെങ്കിൽ നമുക്ക് പനിനീർ കാവടിയാകാം. അങ്ങനെ നമ്മളുടെ ഈ ലോകത്തിൽ എല്ലാവരും നമ്മളോട് ചെയ്യുന്ന ചെയ്തികളെല്ലാം നമുക്ക് തഴുകലായി മാറണമെങ്കിൽ നമുക്ക് എന്താകാം? പീലിക്കാവടിയാടാം. അങ്ങനെ പലതരത്തിലുള്ള കാവടികളിലെ സന്ദേശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ മനസ്സിന്റെ കഷ്ടനഷ്ടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എവിടെയാണോ നേട്ടമുണ്ടാകേണ്ടത് അതിന് ഭഗവാന്റെ സഹായം പ്രയത്നിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ അതിനുവേണ്ടി ചിട്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഓരോ തത്വങ്ങളും നമുക്ക് നമ്മളുടെ ഭഗവാന്റെ ഈ ലീലകളിൽ നിന്ന് തന്നെ നമുക്ക് ഉൾക്കൊള്ളുവാനായി സാധിക്കുമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ ഇത്തരത്തില് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സകലമാന ഐശ്വര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ള സകലമാന അറിവുകളും നമ്മളുടെ വരും തലമുറയിലേക്കും പകർന്നു കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പകർന്നു കൊടുത്തുകൊണ്ട് ഉള്ളിലേക്ക് നോക്കാൻ അവരെയും കൂടി നമുക്ക് പ്രേരിപ്പിച്ചുകൊണ്ട് ഇത്തരത്തില് ഭക്തി എന്ന് പറയുന്നത് കേവലം പുറത്തു കാണുന്ന കെട്ടുകാഴ്ചകൾ മാത്രമല്ല, അതിന്റെ ഉള്ളറകളിലേക്ക് കൂടി നീ പോകേണ്ടതുണ്ട്. അതിലെന്താണ് അതിന്റെ സങ്കല്പം, അതിലെവിടെയാണ് നിനക്ക് നേട്ടമുണ്ടാവുക, എവിടെയാണ് ആ മാനസിക വളർച്ച നിന്നിലേക്ക് എത്തുന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നമ്മളുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ നമുക്ക് നമ്മളുടെ ജീവിതാനുഭവത്തിലൂടെ പ്രേരിപ്പിക്കുവാൻ വേണ്ടി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദിവസങ്ങളെല്ലാം തന്നെയും നമ്മളിലേക്ക് അത്തരത്തിലുള്ള സന്ദേശങ്ങൾ എത്തട്ടെ. അതിലൂടെ നമുക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് നമ്മളെയും നമ്മളുടെ തലമുറയെയും നമ്മുടെ മനസ്സിനെയും ഈ കർമ്മത്തിലെ കർമ്മഫലങ്ങൾ കൊണ്ട് വരും ജന്മങ്ങളിൽ പുണ്യജന്മങ്ങളായി മാറുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.